എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു മൈക്രോ ഫിനാൻസ് അമ്മയും നമ്മുടെ ഒരു ഒരു വീട്ടമ്മയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, അതിനെ ചൊല്ലി പോലീസുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതെന്താണെന്ന് പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പക്ഷേ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ഓഡിയോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എല്ലാം ജപയായി പോവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം 700 സംതിങ് രൂപയോ മറ്റോ ആണ് അടയ്ക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ, ആ പൈസ പിരിവിനായിട്ട് ഫൈനാൻസിൽ നിന്ന് ആൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിനി ആഴ്ച പിരിവാണോ മാസപ്പിരിവാണോ എന്നറിയില്ല. എന്തായാലും പിരിവിനാൾ വന്ന സമയത്ത് ആ വീട്ടിൽ പറയും പോലെ വീട്ടമ്മ ഉണ്ടായിരുന്നില്ല, അവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നത് അവരുടെ മകളും ഭർത്താവും മാത്രമായിരുന്നു. അപ്പോൾ അവർ പുറത്തിറങ്ങിയില്ല. അമ്മ ഇവിടെ ഇല്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ തന്നെ നിന്നു, അകത്ത് തന്നെ നിന്നു. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ പുറത്ത് തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം പുറത്ത് തന്നെ നിന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ തിരിച്ചു വന്നതിന് ശേഷം, ജോലിക്ക് പോയ വീട്ടമ്മ തിരിച്ചു വന്നതിന് ശേഷം വീട്ടുകാർ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നു, ഇതുപോലെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അവർ വെളിയിൽ തന്നെ നിന്നു, ഒരുപാട് സമയം നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് നാണക്കേടായി. കാരണം അയൽപക്കത്തുള്ളവരൊക്കെ കുറച്ച് ദുരഭിമാനിയായിരുന്നിരിക്കണം. അവർക്ക് നാണക്കേടായി. അയൽപക്കത്തുള്ളവരൊക്കെ ഇതിനൊക്കെ ഫൈനാൻസുകാരൻ വന്നിട്ട് പുറത്ത് തന്നെ നിന്നപ്പോഴത്തേക്ക് അത് അവർക്കൊരു വല്ലാത്തൊരു നാണക്കേടായിട്ട് തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഈ വീട്ടമ്മ നേരെ ആ ഫൈനാൻസുകാരൻ്റെ നമ്പർ വെച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു. ആ വിളിച്ച സമയത്ത് ഫോൺ എടുക്കുന്നത് ഈ പുള്ളിക്കാരൻ്റെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറയുന്നത് പോലീസിൽ ജോലിയുള്ള ആളാണ്, പോലീസുകാരനാണ്. അങ്ങനെ സംസാരിച്ചതെന്ന് വെച്ചാൽ, ഈ പോലീസുകാരനാണ് പിന്നീട് വീട്ടമ്മയുമായിട്ട് സംസാരിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ പോലീസുകാരന് ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പിന്നീട് സംസാരിക്കാൻ പോലീസുകാരന് ഒരു വോയിസും ഇല്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച ആ ഒരു ഓഡിയോ അത് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചു തരാം. ഹലോ 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 പറയൂ. നിങ്ങൾ ആരാണ്? ഞാൻ അനിയനാണ്. പറയൂ. അടവ് പെൻഡിങ് ഉള്ളു. എന്റെ വലിയ കുട്ടി ഇവിടെ കരിയർ പ്രായം കഴിഞ്ഞ കുട്ടികളോട് 3-4 പേര് കൂട്ടിട്ട് വന്നിട്ട് ഇവര് ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഒറ്റ കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന പോലീസിനാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ വരെ നിൽക്കാൻ പറ്റും. ഒരു ഓട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഒരു പരിസരത്തിരിക്കണം. 4 പേരും ആൾക്കാരും എത്രയോ കൊടുക്കാനുള്ളവരെ വീട്ടിൽ ഒറ്റിയും പറ്റി നോക്കുക. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴത് അറിയുള്ളൂ. മനസ്സിലായില്ലേ? അത് പറയും പോലെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ കരുതിയത് ഒരാൾ മാത്രമാണെന്നാണ് കേട്ടോ. 4 പേര് വന്നിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരുപോലെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്കത് വിഷമാവും. ആർക്കായാലും വിഷമാവും. പൈസയൊക്കെ കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നമുക്കും ഉണ്ട് കടം, നമ്മളും കുറേ ആൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ തന്നെ കുറ്റിയടിച്ച് കണക്ക് നിന്ന് കഴിഞ്ഞാൽ ആർക്കായാലും അതൊരു വിഷമാവും. പിന്നെയെന്ന് വെച്ചാൽ ഒരു 4 പേരൊക്കെ വന്നിട്ട്, അല്ലെങ്കിലും അവർ ഒരുപാട് അടവൊന്നും കുടിശ്ശികയില്ല, ഒരേ ഒരു അടവ് മാത്രമേ അവർക്ക് പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് അവർക്കതിൽ നല്ല വിഷമമുണ്ട്. ഇനി ബാക്കി പറയുന്നേക്കാം. അത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല. നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നിന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി പറയേണ്ടത് ഞങ്ങൾക്ക് കേട്ടിട്ടുള്ള അധികാരമുള്ളൂ. കയറിയിട്ടില്ല, വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ കോഴമന്ന സ്റ്റേഷനിലേക്ക് വരിക. നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ ഇന്ന ആൾക്കാർ വന്ന് നിന്നിട്ടുണ്ട്, വിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. 1 രൂപയാണെങ്കിൽ 1 രൂപ നിങ്ങൾ കടം കൊടുക്കാനല്ലേ? ആര് പറഞ്ഞു?
പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ ഇവിടെ പോയിരിക്കണം. ഞാൻ എനിക്ക് പണി എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പണിക്ക് നിങ്ങൾ പോയില്ല, അപ്പൊ ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോകണ്ടേ? അത് ശരി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കണം. വീടിന്റെ ഉമ്മർത്ത് അരമണിക്കൂർ നിന്നിട്ട് ഓട്ടം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അവിടെ വന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ല. അവിടെ ഇവർക്ക് ഈ വീടിന്റെ മുമ്പത്ത് ഇങ്ങനെ കുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നേരമാണ് സമാധാനമില്ലാണ്ട് എനിക്ക് അവിടെ പ്രശ്നം. എന്റെ മകൾ ഒരേ കരച്ചടി. നിങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരಲಿ. ഞങ്ങൾ ഈ വീട്ടിനുള്ളിലേക്ക് ഞങ്ങൾക്ക് വിഷയമല്ല. ആൾക്കാരിനെ നാട്ടിച്ചിട്ട് പോണവര് ആൾക്കാർ എത്രയോ കൊടുക്കേണ്ടി വരുന്ന പോലെയാണ് ആൾക്കാര് ഇരിക്കുക. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി ഞാൻ ഇതുവരെ കറക്റ്റായിട്ട് അരമണിക്കൂർ വെയിറ്റ് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ ഭർത്താവിന്റെ വായിൽ പഴമണിയിട്ട് വെക്കായിരുന്നു. എന്റെ ഭർത്താവിന് വായിൽ പഴമൊഴിങ്ങല്ല. അത് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കണ്ട കേട്ടാ. അത്രയും സംസാരിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞത് പോയിന്റ്. അങ്ങനെ സംസാരിക്കേണ്ട ഒരു അധികാരവും ഇയാൾക്കില്ല. ഇയാൾ എന്ത് അധികാരത്തിലാണ് അങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചത്? എന്ത് തെമ്മാടിത്തരമാണ് ചോദിച്ചത്? പോലീസുകാർക്ക് എന്ത് പോക്കൃത്തരവും ആവാമെന്നാണോ? ഞാൻ ബാക്കിയുള്ള നമ്മുടെ മാന്യരായിട്ടുള്ള നല്ല പോലീസുകാരെയൊന്നും അല്ല ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ വൃത്തികെട്ടവന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ പോലീസുകാരെല്ലാവരും ക്ഷമിക്കുക, നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ ഇയാളെ പോലുള്ളവരോട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല സാറന്മാരെ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് ഇയാൾ ആ ഒരു സ്ത്രീയോട്, ഒരു വീട്ടമ്മയോട് പറഞ്ഞത്. ഒരു അമ്മയല്ലേ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വെറും തെണ്ടിത്തരായിപ്പോയി അയാൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം. അതെ, ആ ചേച്ചിന്റെ അനിയനാണ് ഞാന്. കണ്ടോ, നാളെ ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നത്? നിങ്ങൾ നാളെ വാ, ഇവിടെ നിന്ന് ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോയി വരും. നിങ്ങൾ നാളെ വാ. കറക്റ്റായി അടയ്ക്കണ വ്യക്തിയാണ്. ഒരൊറ്റ അടവ് പെൻഡിങ് ആൾക്ക് വർക്കില്ലാതെ ഞാൻ ആ കേസിനോട് സംസാരിക്കാൻ സംസാരിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ തന്നെ ഇവരോട് സംസാരിക്കാൻ അയാൾക്ക് ആരാണ് അവകാശം കൊടുത്തത്? അയാൾക്ക് എന്ത് അധികാരമാണ് ഇവരോട് സംസാരിക്കാനായിട്ടുള്ളത്? കാരണം അവർ സംസാരിക്കാനായിട്ട് വിളിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെയാണ്. അയാളുടെ ജ്യേഷ്ഠന്, ഇനി പോലീസായാലും പട്ടാളമായാലും ഇവരോട് സംസാരിക്കാനുള്ള യാതൊരു വോയിസും ഇല്ല. അയാൾ സംസാരിക്കുന്നു, എന്തെല്ലാം മോശത്തരങ്ങൾ പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളുടെ മക്കളെ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഇയാൾക്ക് നല്ല അട്ടി കിട്ടാത്തതിൻ്റെ കുറവാണ്. നിയമം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരമാണ് ഇയാൾക്ക്. നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ അടയ്ക്കുന്ന നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ ആ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ എന്തൊരു അയാളൊന്നും അവിടെ വായനയാക്കണം. കുടുംബമാണ് പിന്നെ അവിടെ സ്ഥിരമായിരിക്കുന്നത്. അത് നീ പറയണ്ട. നീ ആരാണ്? നീ എങ്ങനെ പറയണ്ട. നിങ്ങളുടെ ഞാൻ സംസാരിക്കില്ല. ഞങ്ങളുടെ കുടുംബനാഥനെ വരെ അയാൾ പറയുകയാണ്. അയാൾക്ക് ഇതിൻ്റെ എന്ത് അവകാശമാണുള്ളത്? എന്നിട്ട് പ്രായപൂർത്തിയായി, അത് സാധാരണ അമ്മമാർ പറയുന്നൊരു വാക്ക് തന്നെ. പെൺമക്കളുണ്ടെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള പെൺമക്കളാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടി എന്ന് പറയും. ചെറിയ കുട്ടിയാണെങ്കിൽ പറയും എൻ്റെ പുന്നാര കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ എന്ന് പറയും. എന്ന് കരുതിയിട്ട് ഇവരെ സംസാരിക്കാൻ വിളിച്ചത് ഇയാളെ അല്ല. ഇയാൾ വലിഞ്ഞു കയറി നാണം കെട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ആ എല്ലാ പരിധികളും ലംഘിച്ചാണ് ഇയാൾ സംസാരിക്കുന്നത്. പക്ഷേ ആ ചേച്ചി നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. ഇത്തരക്കാരോട് അത്തരത്തിൽ മറുപടി കൊടുത്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. എനിക്കൊരു പണി കിട്ടിയപ്പോ ഞാൻ പോയതാണ്. നീ പറയണ്ട. എന്നിട്ട് നീ പറയണ്ട. നീ ഇങ്ങനെ ഞാൻ ആ കേസിനകത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു. എന്തായാലും ഇപ്പം സംഭവിച്ചത് എന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ
ഈ ചേച്ചിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് ഇവർ റെക്കോർഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു സംസാരിച്ചത്. അതല്ലേ ഈ റെക്കോർഡ് ഇപ്പോൾ പുറത്ത് വന്നത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4ാമത്തെ പ്രതി ചേർത്തിട്ട് ഈ പോലീസുകാരനെ എതിരെ FIR ഇട്ടിരിക്കുകയാണ്. എന്തല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ മനുഷ്യന് വടി കൊടുത്ത് അടി മേടിക്കാനുള്ളത്? സ്വന്തം സഹോദരനെ ഫോണിൽ ഇവർ വിളിച്ചപ്പോഴത്തേക്ക് വലിയ ആളാവാനായിട്ട് നോക്കിയതാണ്. പോലീസ് എന്നുള്ള പേരൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു പദവിയൊക്കെ പറഞ്ഞിട്ട് പാവം ഈ വീട്ടമ്മയെ വിരട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്തൊരു പണിയാണ്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും പുള്ളിക്കാരൻ്റെ എതിരെ FIR ഇട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ പോലീസ് ഓഫീസർക്കും എല്ലാവർക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പാവങ്ങൾക്ക് ജീവിക്കണ്ടേ ലോകത്ത്? അതുകൂടി ഒന്ന് മനസ്സിലാക്കാത്തത് എന്താണ്, എല്ലാവർക്കും നിവർത്തി ഉണ്ടാവണമെന്നില്ല. കോടീശ്വരർക്ക് കോടികളുടെ കടം ഉണ്ടാവും, ലക്ഷപ്രഭുക്കൾക്ക് ലക്ഷങ്ങളുടെ കടം, പാവപ്പെട്ടവർക്ക് ഈ പറയുന്നത് പോലെ നിസ്സാരപ്പെട്ട തുകയുടെ കടമായിരിക്കും, പിച്ചക്കാർക്ക് പിച്ചക്കാരുടെ കടം. പക്ഷെ ആ ഒരു കടമായിരിക്കും ഏറ്റവും ഭീകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. ഇപ്പോൾ സമയം ഒരുപാടായി, ഏതാണ്ട് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞ് പോകണം, നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ സെറ്റാക്കി, മൊത്തത്തിൽ ഇനി സെറ്റാക്കി വെക്കുന്നില്ല. ബാക്കിയൊക്കെ നാളെ, ഇതിൻ്റെ എഡിറ്റിങ്ങും വർക്കുകളെല്ലാം, ബാക്കിയുള്ള വർക്കുകളെല്ലാം നാളെ ചെയ്യുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഉറക്കം വരുന്നു. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, കഞ്ചാവ് അടിച്ച് കിറുങ്ങിയിരിക്കുകയാണെന്ന്. ദേവി ഇത് ആരും സംശയിക്കരുത്, ആരും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഞാൻ അത്തരക്കാരിയല്ല. അപ്പോൾ എന്തായാലും നാളെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട കുറേയേറെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നാളെ ഒരു പ്രഭാഷണം നാളെ ചെയ്യാം. അപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെല്ലാം, നമ്മുടെ സഹോദരങ്ങളെല്ലാം നല്ല ഉറക്കത്തിലാണെന്നറിയാം. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗുഡ് നൈറ്റൊക്കെ പറയുന്നു. ഇനി നല്ലൊരു പുലരിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നാളെ ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആവും. എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും